ഈശ്വരീയ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ കുഞ്ഞുമക്കളെ, അവസാനം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അത്ഭുത ദിവസത്തെ പിരിമുറുക്കം, പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളുടെ ദിവസമായിരുന്നു. ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച്, താല്പര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച്, യാത്രകളൊക്കെ ഒഴിവാക്കി, കൂടുതൽ സമയം ദൈവികമായ ചിന്തകളാൽ നിറഞ്ഞ് സ്വന്തം ജീവിതത്തിലെ വികാര വിചാരങ്ങളെയൊക്കെ അടക്കി നിർത്തി നമ്മളിങ്ങനെ ഞെരുങ്ങിയ ഒരു ജീവിതം, ഇടുങ്ങിയ വഴിയിലൂടെ നമ്മളെ മെരുക്കി നടത്തുന്ന കാലഘട്ടമായിരുന്നു ഒരു പരിധിവരെ കുറേയേറെ ആളുകൾ. അതിന്റെ സമാപനത്തിൽ വലിയ ആഴ്ചയിലൂടെ കടന്ന്, പെസഹ വ്യാഴത്തിന്റെ പുണ്യകർമ്മങ്ങളിലൂടെ നടന്ന്, കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിന്റെ ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. നമുക്ക് പരസ്പരം അടുത്തിരിക്കുന്നവർക്കൊക്കെ സന്തോഷത്തോടുകൂടെ ഒന്ന് ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരാം. മൂന്നാം ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് ക്രിസ്തു പല ആവർത്തി ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന് മുമ്പേ ജെറുസലേമിലേക്കുള്ള യാത്രാ മധ്യേ ശിഷ്യന്മാരോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഫരിസേയർ, പുരോഹിത പ്രമുഖന്മാരും ഒക്കെ എന്നെ പിടികൂടി, എന്നോടൊപ്പം ഉണ്ടും ഉറങ്ങിയും നടന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുത്തു, എല്ലാവരും ഞാൻ പരിത്യജിക്കപ്പെടും, കുരിശിന്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും, എങ്കിലും മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ഉയർപ്പോടുകൂടി എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മളിപ്പോൾ സുവിശേഷത്തിലും പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ മരണത്തെ ജയിച്ചിരിക്കുന്നുണ്ടാവും. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമസ്യ എന്ന് പറയുന്നത് മരണമാണ്. ആ മരണത്തെ കർത്താവ് ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ഇനി കർത്താവിനെ തോൽപ്പിക്കാനായിട്ട് യാതൊരു ശക്തിയും നിലനിൽക്കുന്നില്ല. എല്ലാ ശക്തികൾക്കും അതീതമായി അവൻ തന്റെ അസ്തിത്വം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്ധാനത്തിലൂടെ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും കർത്താവ് അതിജീവിച്ചതാണെങ്കിൽ ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള സമസ്യകൾക്ക് മുമ്പിൽ നമ്മൾ വീണ്ടും തകർന്നു പോകുന്നതും നിരാശരായി നിസ്സഹായരായി പോകുന്നതും എന്തുകൊണ്ടാണ്? ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് കുറച്ചു നേരം, ഇന്ന് പകൽ മുഴുവൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചധികം നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചു. രോഗങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്ന കുറെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും രോഗങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകാത്ത കുറേയേറെ ആളുകൾ നമ്മൾ കാണാറുണ്ട്. പരീക്ഷകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശരായി പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ കാണാറുണ്ടെങ്കിലും പരീക്ഷകളും പരാജയങ്ങളും ജീവിതത്തിൽ അടിക്കടി മല പോലെ വന്നു ചേർന്നാലും നിരാശരായി പോകാതെ ആത്മഹത്യയിലേക്ക് എത്തി നോക്കാത്തവരെ നമ്മൾ കാണാറുണ്ട്. പലതരത്തിലുള്ള സഹനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി പോകുന്നവരെ നമ്മൾ കാണാറുണ്ടെങ്കിലും ഏത് സഹനത്തിന്റെ മുമ്പിലും കുരിശിന്റെ മുമ്പിലും നെഞ്ചും വിരിച്ചു നിൽക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ വലിയ വ്യത്യാസം? ആരാണ് തകർന്നു പോകുന്നത്? ആരാണ് തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത് ഇതാണ്. മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. ഈ മൂന്നാം ദിവസത്തിന്റെ ഉയർപ്പ് എന്ന് പറയുന്നതാണ് എല്ലാ കാര്യങ്ങളുടെയും മുകളിലുള്ള വിജയം എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി. ഈ മൂന്നാം ദിവസത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ 1ഉം 2ഉം ദിവസങ്ങൾ കടന്നു വരണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒന്നാം ദിവസം പരാജയപ്പെടുന്നവരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഒന്നാം ദിവസം പരാജയപ്പെടുന്നവൻ സ്വാഭാവികമായും രണ്ടാം ദിവസത്തിലേക്ക് എത്താറില്ല, അല്ലെങ്കിൽ രണ്ടാം ദിവസം അവർ നശിച്ചു പോകും. മൂന്നാം ദിവസത്തിന്റെ നന്മകളിലേക്ക് അവർ എത്താറില്ല. ചിലർ ഒന്നാം ദിവസത്തിൽ വിജയിച്ചു വരും, പക്ഷെ രണ്ടാം ദിവസത്തിൽ അവർ തകർന്നു പോകുന്നു. അവർക്ക് മൂന്നാം ദിവസത്തിന്റെ മഹത്വം ലഭിക്കാതെ പോകുന്നു. അവർ പരാജിതരായും നിരാശരായും നിസ്സഹായരായും മുട്ടുകുത്തി പോകുന്നു. എന്താണ് ഒന്നാം ദിവസത്തിന്റെ വിജയം? ഈ 3 ദിവസങ്ങളിലൂടെ കടന്നു വന്നപ്പോ ആഴത്തിൽ ചിന്തിച്ചവർക്കും ഇതിനകത്ത് ആത്മാർത്ഥമായി പങ്കുചേർന്നവർക്കും മനസ്സിലായി, ഈ ദിവസം കൊണ്ട് കർത്താവ് 3 സവിശേഷമായ, വളരെ ഉദാത്തമായ, അതുല്യമായ, ഒന്നിനെയും മറ്റൊന്ന് മാറ്റിവെക്കാനില്ലാത്ത വിധത്തിലുള്ള 3 സമ്മാനങ്ങൾ കർത്താവ് തരികയാണ്.
ഒന്നാം ദിവസത്തെ പെസഹ ആഴ്ച, പെസഹ വ്യാഴാഴ്ച കർത്താവ് പരിശുദ്ധ കുർബാന തന്റെ ശരീരവും രക്തവും നമുക്ക് തന്നു. അത് ലോകാവസാനത്തോളം. രണ്ടാം ദിവസമായി ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മുടെ പാപങ്ങൾക്ക് കർത്താവ് പരിഹാരം ചെയ്ത് ബലിയർപ്പിച്ച് കർത്താവ് കുരിശിൽ മരിച്ചു. മൂന്നാം ദിവസമായി ഇന്ന് മറ്റൊരു സമാനമായി കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഒന്നാം ദിവസത്തെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ആരാണ്? ഒന്നാം ദിവസത്തെ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട്, പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട്, കൂദാശകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. വിശുദ്ധ കുർബാനയിൽ വിശ്വാസം കൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇപ്പോൾ പങ്കുചേരുന്നത്. ഈ വിശ്വാസം ഇല്ലാത്തവരെയാണ് ഒന്നാം ദിവസത്തിൽ പരാജയപ്പെട്ടവരായി നമ്മൾ കാണുന്നത്. ഒന്നാം ദിവസത്തിൽ പരാജയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ബലിപീഠത്തിൽ നിന്ന് ജീവിതം അകറ്റി നിർത്തി ജീവിച്ചു പോകുന്നവരാണ്. കൂദാശകളിൽ നിന്ന്, കർത്താവിന്റെ കാരുണ്യത്തിന്റെ കൂടാരമായ കൂദാശകളിൽ നിന്ന്, കുമ്പസാരക്കൂടിൽ നിന്ന്, കൂദാശകളിൽ നിന്ന്, വിശുദ്ധമായ കുർബാനയിൽ നിന്ന്, വിശുദ്ധമായ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് മാറി ആ കാര്യത്തെ കുറിച്ച് യാതൊരുവിധ പരിഗണനയും നൽകാതെ സ്വന്തമായി ലോകത്തിൻ്റെതായി ജീവിക്കുന്നവരാണ് ഒന്നാം ദിവസം പരാജയപ്പെട്ടു പോയത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒന്നാം ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളവർ എന്താണ്? വിശുദ്ധ കുർബാന ഇല്ലാത്തവർക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസമില്ലാത്തവർക്ക്, അത് വായിച്ച് ധ്യാനിക്കാത്തവർക്ക്, വീട്ടിൽ അല്പസമയം ഇരുന്ന് കുടുംബത്തോടും മക്കളോടും ജീവിത പങ്കാളിയോടും ചേർന്നിരുന്ന് അല്പസമയം ദൈവത്തിന് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയാത്തവർക്ക്, അങ്ങനെ ലോകത്തിൻ്റെതായി ജീവിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നവർക്ക് സ്വാഭാവികമായിട്ടും രണ്ടാം ദിവസത്തിലേക്കും മൂന്നാം ദിവസത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. ആത്യന്തികമായി അവർക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കില്ല. നമുക്കത് അസന്ദിഗ്ധമായിട്ട് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. കൂദാശകളിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ അവർ തകർന്നു പോകും. കൂദാശകളിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ അവർക്ക് മുന്നോട്ട് നോക്കി വഴി നടത്തി കൊണ്ടുപോകാനായിട്ട് വെളിച്ചമില്ലാത്തത് കൊണ്ട് അവർ ഇരുട്ടിൽ തപ്പിത്തറയും. ഇനി രണ്ടാം ദിവസത്തേക്ക് നീട്ടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് സമയത്ത് ധ്യാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ദിവസത്തെ പരാജയം സ്വീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒന്നാമത്തെ ദിവസം അവർ വിജയിച്ചു, വിശ്വാസമുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്, വികാരിച്ചനെ കാണുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവർ ബലിയർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും ബലിയർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കർത്താവിന് ഒരു സമർപ്പിച്ച് വൈകുന്നേരം വന്ന് നന്ദി പറഞ്ഞ് കുടുംബത്തോടൊപ്പം എല്ലാ കാര്യങ്ങളിലും, തിരുനാളുകളിലും, നൊവേനകളിലും എല്ലാം പങ്കുചേരുന്നുണ്ട്. പക്ഷേ അവർ രണ്ടാം ദിവസത്തെ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകും. നമ്മൾ അതിനോട് ഒത്തിരിയേറെ ആളുകൾ കാണാം. അതിനകത്ത് പുരോഹിതരും സമർപ്പിതരും ഒക്കെ കുടുംബജീവിതം നയിക്കുന്ന നല്ല വിശ്വാസികളാണെന്ന് നമ്മൾ കരുതിയ പലരും ഈ കുരിശിന്റെ വഴിയിൽ പകർന്നു പോകുന്നതായിട്ട് നമ്മൾ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളുടെ ആ കൈപ്പുനീര് കുടിക്കാൻ, ആ കുരിശ് വഹിക്കാൻ തയ്യാറാകാതെ അവരുടെ വിശ്വാസ ജീവിതം പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവരെ നമ്മൾ ഒത്തിരിയേറെ ആളുകൾ കാണാറുണ്ട്. അങ്ങനെ കാണാറുണ്ട്. ഒരു പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ വീട്ടിലിരിക്കുന്ന രൂപം കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ തിരുസ്വരൂപം എറിഞ്ഞുടച്ച ഒരാളുടെ കഥ ഏതോ ഒരു സായാഹ്നത്തിൽ ഏതോ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റുപോയതിന്റെ പേരിൽ, പരീക്ഷയ്ക്ക് 100% മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ, എന്തോ 1-2 മാർക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ആ കർത്താവിന്റെ ക്രൂശിൽ തിരുഹൃദയത്തിന്റെ രൂപത്തെ എറിഞ്ഞുടച്ച് പക തീർത്ത ആളുകൾ. കർത്താവിന്റെ ഒരു സഹനത്തെ നേരിടാനായിട്ട് അവർക്ക് സാധിക്കില്ല. കുരിശിന്റെ വഴിയിലൂടെ ചിലപ്പോ ആരെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ വെല്ലുവിളിക്കുകയായി, വിശ്വാസ സത്യങ്ങൾ ഉപേക്ഷിക്കുകയായി, പിന്നെ പക പോകുന്നതിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് അവരുടെ പുറകെ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, അതും ഞാൻ നീട്ടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിന്റെ സഹനങ്ങൾ, അത് രോഗമായാലും പരാജയമായാലും ദാമ്പത്യ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ തകർച്ചകളായാലും ഈ കുരിശിന്റെ വഴിയിലൂടെ നടന്ന് അവസാനം ഗാഗുൽത്തായുടെ നെറുകയിൽ എത്തുന്നതിന് മുമ്പ് ആരാണോ ജീവിതത്തിന്റെ നിയോഗങ്ങളെ തട്ടിത്തൂക്കിക്കളയുന്നത്, അത് പൗരോഹിത്യമായാലും കുടുംബജീവിതമായാലും സമർപ്പിത ജീവിതമായാലും ഏറ്റെടുത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളായാലും അത് തട്ടിത്തൂക്കിക്കളയുന്നവന് ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കാം. അങ്ങനെയുള്ളവരും ജീവിതത്തിൽ തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവരെ,
കുരിശിനെ സ്നേഹിക്കാതെ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാതെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കാതെ പോകും എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നിന്ന് സാഹചര്യങ്ങൾ അനുകൂലമല്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം വാഹനം ഓടിച്ച് അല്ലെങ്കിൽ പല വാഹനങ്ങൾ കയറി ഇറങ്ങി ഒക്കെ ദേവാലയത്തിൽ വരേണ്ടതായിട്ട് വന്നാലും അവർ ദേവാലയത്തിൽ വരും. പകൽ മുഴുവൻ പണിയെടുത്ത് മടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വിശ്രമിച്ചാൽ മതി എന്ന് ഉള്ള ശാരീരികമായ ക്ഷീണത്തോടെയാണ് അപ്പൻ അമ്മ വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിലും മക്കളെല്ലാം വിളിച്ചിരിക്കുക ഒരു പാകിരിച്ച് കർത്താവിന്റെ ക്രൂശിന്റെ രൂപത്തിന്റെ മുമ്പിൽ നിർത്തി അതിന്റെ മുമ്പിൽ നിന്ന് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചിലർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നവരാണ് എന്താണ് ജീവിതത്തിൽ എത്ര കൈപ്പേറിയ കൈപ്പുനീര് കുടിക്കേണ്ടി വന്നാലും, പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ സംഭവിച്ചാലും, എത്ര കർത്താവിനോട് ചേർന്ന് നിന്നാലും ഈ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ തകർത്തിക്കളെ എന്നോട് മാത്രം നിങ്ങളോടും എത്രയോ പ്രാവശ്യമാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ. പ്രിയമുള്ളവരെ, അതിനൊക്കെ ഒരു മറുപടി ഈ കുരിശുരൂപം മാത്രം. അതിനപ്പുറത്തേക്ക് ഒന്നും ചൂണ്ടിക്കാണിച്ച് സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ കുരിശിന്റെ വഴി കൂടാതെ നമുക്ക് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ആരാണ് രോഗത്തിന് മുമ്പിൽ തകർന്നു പോകുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. ആരാണ് പരാജയത്തിന്റെ മുമ്പിൽ നിരാശപ്പെട്ട് മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോകുന്നത് ഇപ്പൊ മനസ്സിലായി. ആരാണ് ഏതെങ്കിലുമൊക്കെ സഹന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമ്പോഴേ തകർന്നടിഞ്ഞ് അവരില്ലാതായി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ആരാണോ വിശുദ്ധ കുർബാനയോട് ചേർന്ന്, കൂദാശകളോട് ചേർന്ന്, ബലിപീഠത്തോട് ചേർന്ന് ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കാത്തവൻ അവന്റെ ജീവിതത്തിന്റെ അവസാനമാകുമ്പോഴേക്കും അവർ തകരുന്നു. ആരാണോ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം വരുമ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ജീവിതത്തില് കുടുംബ ജീവിതം ഉപേക്ഷിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിലും സെപ്പറേഷൻ കാര്യങ്ങളുമൊക്കെയായി ആ കുരിശ് ഓടിക്കാൻ തയ്യാറാവാതെ ആ കുരിശിനപ്പുറം ഒരു ഉത്ഥാനമുണ്ട് എന്നുള്ള ഒരു ചിന്ത കൂടാതെ നമ്മളതിനെ തകർത്ത് കളയുന്നത് അവരും ജീവിതത്തിൽ തകർന്നു പോകും. ഇതിന് മുഴുവൻ പിടിച്ചു നിൽക്കുന്നവൻ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ എന്നാണ് സുവിശേഷം അവരെ വിശേഷിക്കുക. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഇട്ടിട്ട് പോകാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. ഉപേക്ഷിച്ച് കളയാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ചേർത്ത് പിടിച്ചു നിന്ന് സഹനത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനത്തിലെ ഇപ്രകാരം, റോമക്കാരുടെ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തു മരണം സംഭവിച്ചാലും, എന്ത് വീഴ്ച സംഭവിച്ചാലും, ആരൊക്കെ ഒറ്റിക്കൊടുത്താലും, എത്ര സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം നമ്മൾ ഒറ്റപ്പെട്ടാലും, ആരൊക്കെ നമ്മളെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളും പിന്നിൽ നിന്ന് കുത്തിയാലും, രോഗങ്ങളും മരണങ്ങളും നമ്മളെ തകർത്തെറിഞ്ഞാലും, ഈ പ്രത്യാശ, ഇതിനെ ഞാൻ ഈ രാവും കടന്നു പോകും എന്നുള്ള ഒരു പ്രത്യാശയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിന്ന് ഉയർപ്പിന്റെ അവസാന നിമിഷം വരെ എത്താനാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും അതിനെ കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ഈണത്തിലും പല രാഗത്തിലും നമ്മൾ പാടും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. അവിടെ ഉയരുന്നത് ആകപ്പാട് വികാരിയച്ഛന്റെ പിച്ച് മാത്രമാണ്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ കഴിവിന് അതീതമായിട്ടുള്ള പിച്ചായതുകൊണ്ട് ആ പിച്ച് തെറ്റിപ്പോകുന്നതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇന്ന് നിങ്ങൾ അത് കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറയുമ്പോ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങളിൽ നമ്മൾ പാടുമ്പോ നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ബുദ്ധിതനായ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആണിപ്പാടുള്ള കരങ്ങളുമായി നമ്മളെ ആശീർവദിക്കാൻ, സൗഖ്യപ്പെടുത്താൻ, സമാധാനിപ്പിക്കാൻ, പിടിച്ചുയർത്താൻ, പടുത്തുയർത്താനായിട്ട് കാത്തു നിൽക്കുന്ന കർത്താവിലേക്ക് നിങ്ങളുടെ ചിന്ത, നമ്മൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. നമ്മൾ പാടുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ അന്നേരോ ഉയരങ്ങളിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് പരീക്ഷിക്കുന്ന ജയം, രോഗങ്ങളിലുള്ള സൗഖ്യം, ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളാണ് ഉയർത്തി കൊടുക്കുന്നത്. അതല്ല, നിങ്ങളുടെ ചിന്തകൾ ഈ ലോകത്തിന്റെ മുഴുവൻ ഉപേക്ഷിച്ച് നിങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആക്കി തീർക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് പ്രത്യാശയിലേക്ക് നയിക്കുന്ന തിരുനാളാണ്. ഈ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ പിടിച്ചു നിന്ന് നമുക്ക് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുമായിട്ട് സാധിക്കൂ. 50 ദിവസം നമ്മൾ അതിന്റെ പരിശ്രമത്തിലായിരുന്നു. ആ പ്രത്യാശയുള്ളവരെല്ലാം നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രത്യാശയുള്ളവരെല്ലാം ഇതിന്റെ ഇടയിൽ പല പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്. അതിന്റെ ഈ പ്രത്യാശയുള്ളവരൊക്കെ ഈ ദിവസം അനുവചനീയമായ ഒരാനന്ദം
നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ്. നമ്മൾ കർത്താവ് ഉദ്ധിതനായി എങ്കിൽ ഉദ്ധിതനായവന്റെ പിന്നാലെ നടക്കുന്നവന്റെ ചമ്പൂറ്റത്തോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന്റെ ഇടയിൽ എന്തൊക്കെ നഷ്ടം വന്നാലും, ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും, ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര ചീത്തപ്പേരുണ്ടായാലും, എത്ര ആരോപണങ്ങൾ ഉണ്ടായാലും, അതെല്ലാം കടന്ന് പുക മാറി, മൂടൽമഞ്ഞ് മാറി, ഒരു ദിവസം സത്യം പുറത്തു വരും. അത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേക്കും. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കല്ലറകളിലല്ല, ഉയർത്തെഴുന്നേൽക്കുന്നത് എന്റെ ഹൃദയത്തിലാണ്, എന്റെ വിശ്വാസ ജീവിതത്തിലാണ്, എന്റെ ആത്മീയ ജീവിതത്തിലാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിത സാഹചര്യങ്ങളിലാണ്, നമ്മുടെ സ്വപ്നങ്ങളിലാണ്. അവിടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കട്ടെ. ആ ഉയർത്തിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് ഈ ദിവ്യബലി മധ്യേ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഉയർത്തുതിരുന്നാളിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു.